വെൽക്കം ടു അവർ ചാനൽ. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ക്വസ്റ്റ്യനിലാണ് കംപ്ലീറ്റ് ചെയ്തത്. എന്താണ് ആ ക്വസ്റ്റ്യൻ? ഞാൻ ഒന്നുകൂടെ വായിക്കാം. ഓക്കെ. ദ വാട്ടർ ലില്ലി ആൻഡ് ലോട്ടസ് ലീവ് ഇൻ വാട്ടർ. വാട്ടർ ലില്ലിയും ലോട്ടസും വെള്ളത്തിലാണ് കഴിയുന്നത്. വാട്ട് അഡാപ്റ്റേഷൻ ഹെൽപ്പ് ദം ടു സർവൈവ് ഇൻ വാട്ടർ? എന്ത് അഡാപ്റ്റേഷനാണ് അതിന് വെള്ളത്തിൽ വസിക്കാൻ കഴിയുന്നത്? അഡാപ്റ്റേഷൻ മീൻസ് അനുകൂലനം അല്ലെങ്കിൽ പൊരുത്തപ്പെടൽ എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ഓക്കെ. അപ്പോൾ ഡിസ്കസ് ആൻഡ് റൈറ്റ് ദം ഡൗൺ ഇൻ യുവർ എൻവയോൺമെൻറ്റ് ഡയറി. എന്താണ് ആദ്യത്തേത്? ദേ ഡോണ്ട് ഡീക്കേ ഇൻ വാട്ടർ. വെള്ളത്തിൽ അലിഞ്ഞ് ചീഞ്ഞു പോകത്തില്ല. എന്ത്? വാട്ടർ ലില്ലിയും ലോട്ടസും. ദെൻ ഫ്ലോട്ട് ഫിക്സ്ഡ് ഓൺ ദ സോയിൽ അറ്റ് ദ ബോട്ടം. സോയിൽ, വെള്ളത്തിനടിയിലെ സോയിൽ, മണ്ണിൽ ഫിക്സ്ഡ് ആണ്, അടർന്നു നിൽക്കുകയല്ല, ഫിക്സ്ഡ് ആണ്. എന്ത്? വാട്ടർ ലില്ലിയും ലോട്ടസും. ദെൻ they have flexible stem to reach the surface of water. അതിനേതായിട്ടുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള തണ്ട് അല്ലെങ്കിൽ സ്റ്റെം ഉണ്ട്. ലീവ്സ് ആർ ബോർഡ് ആൻഡ് ഫ്ലാറ്റ്. ലീവ്സ് നമ്മൾ കാണാം, രണ്ടിൻ്റെയും ലീവ്സ് ബോർഡാണ്, ഫ്ലാറ്റാണ്, നേരെയാണ്. ദ ലീവ്സ് ആർ കവേർഡ് വിത്ത് വാക്സി കോട്ടിംഗ്. ഈ ഇലകൾ വെള്ളത്തിന് പുറത്ത് ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നതോട് വാക്സി കോട്ടിംഗ് ആണ്, മെഴുക്ക് പോലെ ഉള്ള കോട്ടാണ് ഇലയിൽ ഉള്ളത്. ഓൺ ലാൻഡ് ആൻഡ് ഇൻ വാട്ടർ, വിച്ച് മീൻസ് an organism that can live both on land and in water. ഒരു ജീവിക്ക് വെള്ളത്തിലും കരയിലും താമസിക്കാൻ കഴിയും എന്നാണ്. On land and in water, both they can live in our environment. Okay, understand? What are the adaptations that help a tortoise to move on land and in water? വെള്ളത്തിലും കരയിലും ജീവിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? ഒരു ടോട്ടോയ്, ആമയ്ക്ക് എന്തുകൊണ്ടാണ്? ലിസൺ ഹിയർ. സ്ലിമ്മി ബോഡി. അതിൻ്റെ ബോഡി, ശരീരം സ്ലിമ്മിയാണ്, വിച്ച് മീൻസ് വഴുവഴുപ്പുള്ള ശരീരമാണ്. ഓക്കെ. ദെൻ ഓർ ലൈക്ക് ലെഗ്സ്. ഓർ മീൻസ് തുഴ. നമ്മൾ വള്ളങ്ങളിലൊക്കെ തുഴയത്തില്ലേ, അതുപോലെയാണ് അതിൻ്റെ കാലുകൾ. അത് എന്തുകൊണ്ടാണ് അതിൻ്റെ കാലുകൾ അതിന് സഹായകമാകുന്നത്? വേഗം വെള്ളത്തിൽ നീന്താൻ സാധിക്കുന്നു. മോർ ദാൻ വൺ ലെഗ് located on the top of their shells for breath. ലങ്സ്, അതിൻ്റെ ലങ്സ് എവിടെയാണ്? ഷെല്ലിലാണ് സ്ഥിതി ചെയ്യുന്നത്. എന്തുകൊണ്ട്? എന്തിനാണ് ഷെല്ലിൽ സ്ഥിതി ചെയ്യുന്നത്? അതിന് ശ്വസിക്കാൻ സഹായപ്രദമാണ്. ഓക്കെ. ദെൻ ക്യാൻ യു ആഡ് സം മോർ ഫീച്ചേഴ്സ്? കൂടുതൽ ഫീച്ചേഴ്സ് ഇതിനെക്കുറിച്ച് പറയാമോ? Listen. Turtle hatchling are carnivores while adults are omnivores. Turtle hatchlings, ചെറിയ ആമക്കുഞ്ഞുങ്ങൾ, അത് കാർണിവോസ് ആയിരിക്കും. അതുപോലെ തന്നെ അഡൾട്ട്സ് ഒംനിവോഴ്സുമായിരിക്കും. ഹാർഡ് ആൻഡ് റഫ് ഷെൽസ് പ്രൊവൈഡ് ടർട്ടിൽസ് വിത്ത് പ്രൊട്ടക്ഷൻ. അതിൻ്റെ പുറത്തെ ഷെല്ല് നല്ല ഹാർഡും റഫുമായിരിക്കും. അതെന്തിനു സഹായിക്കുന്നു? ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ സഹായിക്കുന്നു. ഓക്കെ, മനസ്സിലായ കുഞ്ഞുങ്ങളെ? ദീസ് അഡാപ്റ്റേഷൻ ഹെൽപ്പ് ദ ടോർട്ടോയ്സ് ടു ലീവ് ഓൺ ലാൻഡ് ആൻഡ് ഇൻ വാട്ടർ. ഈ അഡാപ്റ്റേഷൻ കാരണം ടോർട്ടോയ്സിന് വെള്ളത്തിലും കരയിലും വസിക്കാൻ സാധിക്കുന്നു. ഓക്കെ. ഡു ഫ്രോഗ്സ് ഓൾസോ ഹാവ് സച്ച് അഡാപ്റ്റേഷൻസ്? തവളകൾക്കും കാണും ചില അഡാപ്റ്റേഷൻസ്, അനുകൂലനങ്ങൾ. എന്തൊക്കെയാണത്?
അവരുടെ ശരീരം മീനുകളെപ്പോലെ കോൾഡ് ബ്ലഡഡ് ആണ്. തണുപ്പ് വെള്ളത്തിൽ കഴിയാൻ സാധിക്കുന്നു. ബ്രീത്ത്സ് ത്രൂ ഇറ്റ്സ് സ്കിൻ, അതിൻ്റെ ത്വക്കിലൂടെയാണ് അതുങ്ങൾ ശ്വസിക്കുന്നത്. They have webbed feet which help them to swim. അതിൻ്റെ കാൽപാദങ്ങൾ വെബ്ഡ് ഷേപ്പാണ്, അതുകൊണ്ട് അതിനെ നീന്താൻ സഹായിക്കുന്നു. They have long and strong hind limbs. ബാക്ക് സൈഡിലെ കാലുകളെയാണ് സ്ട്രോങ് ആണത്, അതുകൊണ്ട് അതിന് ഏറ്റവും നീളമുള്ള ഹിങ്സ് ആണ്. ഐസ് ആൻഡ് നോസ് ആർ ഓൺ ടോപ്പ് ഓഫ് ഇറ്റ്സ് ഹെഡ്. അതിൻ്റെ തലയുടെ മുകളിലാണ് അതിൻ്റെ കണ്ണുകളും നോസും. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്? വിച്ച് അതർ ക്രിയേഷൻസ് ഡു യു നോ ഹാവ് അഡാപ്റ്റേഷൻ ടു ലിവ് ബോത്ത് ഓൺ ലാൻഡ് ആൻഡ് ഇൻ വാട്ടർ? വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന, ഒരേപോലെ ജീവിക്കുന്ന മറ്റ് ജീവികളെക്കുറിച്ച് ചോദിക്കുന്നു. ലിസൺ ദ ക്രിയേച്ചേഴ്സ് ആൻഡ് ദെയർ അഡാപ്റ്റേഷൻസ്. അവരുടെ ക്രിയേച്ചേഴ്സ് ലിസ്റ്റ് ചെയ്ത് അഡാപ്റ്റേഷൻസ് എഴുതുക. ഓക്കെ, ഫസ്റ്റ് വൺ എന്താണ്? ഡക്കിൻ്റെ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് ഓയിൽ കോട്ടിംഗ് ബോഡിയാണ്. അതിൻ്റെ ശരീരം ഓയിൽ കോട്ടിംഗ് ആണ്. വെബ്ഡ് ഫീറ്റ് ആണ്. Crocodile, power jaws with many conical teeth and short legs with clawed webbed toe. അതിൻ്റെ കാൽപാദങ്ങൾ വെബ്ഡ് ഷേപ്പ് ആയിരിക്കും, ഷോർട്ട് ലെഗ്സ് ആണ്. അതുപോലെ തന്നെ പവർ ജോസ് ഓഫ് ടീത്ത് ആണ്, നല്ല ഷാർപ്പായിട്ടുള്ള ടീത്താണ് ക്രോക്കോഡൈൽസിനുള്ളത്. നെക്സ്റ്റ് മറ്റൊരെണ്ണം നമുക്ക് ആഡ് ചെയ്യാം. സ്നേക്സ് മൂവ് ബൈ സ്ലിത്തറിങ്. എന്താണ് പറയുന്നത്? അതിന് കാലുകളുണ്ടോ? ഇല്ല. കാലുകളില്ലാത്ത സ്ഥിതിക്ക് ഇഴഞ്ഞാണ് നടക്കുന്നത്, അല്ലേ? സ്ലിതറിങ്, ടു സ്നീക്ക് അപ്പ് ഓൺ ദെയർ പ്രേ. പത്തിപ്പൊക്കിയാണ് അത് അതിൻ്റെ ഇരയെ പിടിക്കുന്നത്, അല്ലേ? റിബ്സ് ദാറ്റ് അലൗ them to be so flexible. അതിൻ്റെ ശരീരത്തിൽ നല്ല ഫ്ലെക്സിബിളാണ്, ഇഴയാൻ വേണ്ടി നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ബോഡിയാണ് സ്നേക്സിനുള്ളത്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ലേൺ ഹൂ ഈസ് സ്മാർട്ടർ. ആരാണ് കേമൻ? ഇതൊരു ബനിയൻ മുത്തശ്ശി പറയുന്ന, ബനിയൻ മുത്തശ്ശി ആരാണ്? ഒരു ആൽമര മുത്തശ്ശി നമ്മളോട് അതിനെക്കുറിച്ച് പറയുകയാണ്. ഓക്കെ, I am the one who provides shelter and home to most of the organisms, boasted the grand old banyan tree. ആൽമര മുത്തശ്ശി എന്താണ് പറയുന്നത്? ഞാനാണ് എല്ലാ ജീവികളെയും എന്നിലാണ് വാസസ്ഥലമാക്കിയിരിക്കുന്നത്, സംരക്ഷിച്ചിരുന്നത്. Really? Why don't you look around carefully? എൻ്റെ ചുറ്റുപാടും എന്താ നിങ്ങൾ നോക്കാത്തത്? Almost all organisms live in me. എല്ലാ ഭൂരിഭാഗവും ജീവികളും എന്നിലാണ് വസിക്കുന്നത്. In fact, even you granny banyan dwell in me, claim the soil. ആൽമര മുത്തശ്ശി ഈ മണ്ണിൽ ജീവിച്ചിരിക്കുന്നതുകൊണ്ട് എത്രയെത്ര ജീവികൾക്ക് വാസസ്ഥലമാണ്. മനസ്സിലായോ? നെയിം സം ഓർഗാനിസംസ് വിച്ച് ലീവ് ഇൻ സോയിൽ. സോയിൽ വസിക്കുന്ന, ഈ മണ്ണിൽ വസിക്കുന്ന ചില ജീവികളുടെ പേര് വെളിപ്പെടുത്താമോ? ഏതൊക്കെയാ? സ്നേക്ക്, okay, of course. Then frog, then cattles, then okay, etc. Many organisms live on rocks too. മലയിൽ
പാറയുടെ പുറത്ത് ധാരാളം ഓർഗാനിസംസ് ജീവികൾ ജീവിക്കുന്നുണ്ട്. ഏതൊക്കെയാണത്? സ്നേക്ക്, പാമ്പ്. ഗ്രാസും ഒരു ഓർഗാനിസമാണ്. സ്നെയിൽ എന്താ? ഒച്ച്. ദെൻ ഫ്രോഗ് എക്സെട്ര. ഇത് മാത്രമല്ല, ധാരാളം ഓർഗാനിസംസ് ഉണ്ട്. ഓക്കെ, മേക്ക് എ ലിസ്റ്റ് ഓഫ് ദ യൂസസ് ഓഫ് ബനിയൻ ട്രീ ടു ഓർഗാനിസംസ്. ഓർഗാനിസംസിന് എന്തൊക്കെ പ്രയോജനങ്ങളാണ് ബനിയൻ ട്രീയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്ന് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ഒന്നാമതായി അവിടെ നൽകിയിരിക്കുന്നത് എന്താ? ഫ്രഷ് എയർ നൽകുന്നു, ശുദ്ധവായു. ദെൻ പ്രൊവൈഡ് ഷെൽട്ടർ ആൻഡ് ഷെയ്ഡ്. തണലും നമുക്ക് വാസസ്ഥലമായി വസിക്കാനും ബനിയൻ ട്രീയെ കൊണ്ട് ഉപകാരമുണ്ട് അല്ലേ? There are several organisms live in and around ponds, trees and fields. These organisms need air, water, soil and sunlight to live. Several organisms, ചില ജീവികൾ അല്ല ചില ഓർഗാനിസംസ് നമ്മളുടെ കുളക്കരയിലും ട്രീസിലും പിന്നെ പാടങ്ങളിലും വസിക്കുന്നു. ഈ ഓർഗാനിസത്തിന് എന്തൊക്കെ അത്യാവശ്യമാണ്? വായു, വെള്ളം, സൂര്യപ്രകാശം, പിന്നെ മണ്ണ് എന്നിവ അത്യാവശ്യ ഘടകങ്ങളാണ് ഇല്ലേ? യെസ്. പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഹെൽപ്പ് ഈച്ച് അതർ ടു സർവൈവ്. പ്ലാന്റ്സും ആനിമൽസും ഒന്നിച്ച് അങ്ങോട്ടും അന്യോന്യം സഹായിക്കുമോ? യെസ്, ഓഫ് കോഴ്സ്. ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് ഡിപ്പെൻഡ് ഓൺ ഈച്ച് അതർ. ലിവിങ്ങും നോൺ ലിവിങ്ങും, ജീവനുള്ളവയും ജീവനില്ലാത്തവയും നമ്മൾക്ക് അത് തുല്യമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, ആനിമൽസിനും പ്ലാന്റ്സിനും. നമ്മൾ ലിവിങ്ങും നോൺ ലിവിങ് തിങ്സിനെ വേറൊരു പേരിട്ടാണ് വിളിക്കുന്നത്. ലിസൺ ഹിയർ. ലിവിങ് തിങ്സ് ആർ ബയോട്ടിക് ഫാക്ടേഴ്സ്. ലിവിങ് തിങ്സ് എന്നത് ബയോട്ടിക് ഫാക്ടേഴ്സ് ആണ്. ആൻഡ് നോൺ ലിവിങ് തിങ്സ് എന്നത് അബയോട്ടിക് ഫാക്ടേഴ്സ് ആണ്. ജീവനുള്ളവയെ ബയോട്ടിക് ഫാക്ടേഴ്സ് എന്നും ദെൻ ജീവനില്ലാത്തവയെ അബയോട്ടിക് ഫാക്ടേഴ്സ് എന്നും വിളിക്കുന്നു. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ബയോട്ടിക് ഫാക്ടേഴ്സ്. ജീവിക ഘടകങ്ങൾ. ജീവിക ഘടകങ്ങൾ എന്തൊക്കെയാണ്? അജീവിക ഘടകങ്ങൾ എന്തൊക്കെയാണ്? അജീവിക ഘടകങ്ങൾ എന്തെന്ന് വെച്ചാൽ അബയോട്ടിക് ഫാക്ടേഴ്സ്. ക്യാൻ ഹ്യൂമൻ ബീയിങ്സ് ലീവ് വിത്തൗട്ട് എയർ ആൻഡ് വാട്ടർ? വെള്ളവും വായുവും ഇല്ലാതെ മനുഷ്യർ നമ്മൾക്ക് ഇവിടെ ജീവിക്കാൻ സാധിക്കുമോ? ഇല്ല, നോ. ഹൗ ഡു ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ഓൺ ഈച്ച് അതർ? ബയോട്ടിക്കും അബയോട്ടിക് ഫാക്ടേഴ്സും തമ്മിൽ എങ്ങനെയാണ് യോജിച്ചു പോകുന്നത് എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്ത് ഒരു ടേബിളുണ്ട്, ആ ടേബിൾ കംപ്ലീറ്റ് ചെയ്യണം. അവിടെ ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സ് എന്ന കോളം നൽകിയിരിക്കുന്നു. കുറേ ഓർഗാനിസത്തിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. ദെൻ ആ ഓർഗാനിസത്തിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ നമ്മൾ നൽകണം. ഫസ്റ്റ് വൺ, വാട്ട്? ഫിഷ് ലിവ് ഇൻ വാട്ടർ. വെള്ളത്തിലാണ് വസിക്കുന്നത്, നമുക്കറിയാം. ഫീഡ് ഓൺ സ്മോൾ ഓർഗാനിസംസ് ഇൻ വാട്ടർ. വെള്ളത്തിൽ വളരുന്ന ചെറിയ ചെറിയ ഓർഗാനിസംസിനെയാണ് ഭക്ഷിക്കുന്നത് അല്ലേ? ദെൻ വാട്ടർ പ്രൊവൈഡ്സ് ഡ്വെല്ലിംഗ് പ്ലേസ് ഫോർ ഓർഗാനിസംസ്. ഓർഗാനിസത്തിന് വാസസ്ഥലം അനുവദിച്ചു കൊടുക്കുന്നു. ബനിയൻ ട്രീ എന്താണ് പ്രത്യേകത? മേക്സ് ദ സോയിൽ ഫെർട്ടൈൽ. മണ്ണിനെ ഫലഭൂഷ്ഠിതമാക്കുന്നു. ഹെൽപ്സ് റിട്ടൈൻ വാട്ടർ ഇൻ ദ സോയിൽ. വെള്ളത്തെ സോയിലിൽ അലിയിച്ച് ചേർക്കുന്നു. ദെൻ ലോട്ടസ് എന്താണ് പ്രത്യേകത? നീഡ് എയർ, വാട്ടർ ആൻഡ് സോയിൽ ടു സർവൈവ്. പ്രൊവൈഡ്സ് ഫുഡ് ഫോർ ഹണി ബീ ആൻഡ് ബാറ്റിൽ. രണ്ട് ഇൻ്റർപ്രിട്ടേഷൻ നൽകിയിട്ടുണ്ട്.
നീഡ് എയർ വാട്ടർ ആൻഡ് സോയിൽ ടു സർവൈവ്. ലോട്ടസിന് വെള്ളവും വായുവും മണ്ണും അത്യാവശ്യമാണ്. എവിടെ? വെള്ളത്തിലാണ് അത് വസിക്കുന്നത് അല്ലേ? പ്രൊവൈഡ്സ് ഫുഡ് ഫോർ ഹണി ബീ ആൻഡ് ബാറ്റിൽസ്. ചെറിയ പ്രാണികൾക്കും തേനീച്ചകൾക്കും എന്ത് നൽകുന്നു? ഫുഡ് നൽകുന്നു അല്ലേ? റോക്കിൻ്റെ ഉപയോഗം എന്താണ്? ഡ്വെല്ലിംഗ് പ്ലേസ് ഫ്രം സ്മോൾ പ്ലാന്റ്സ്, ക്രാബ്, ഫ്രോഗ്, ടോർട്ടോയിസ് എക്സെട്ര. എന്താണ്? വാസസ്ഥലമായി ഉപയോഗിക്കുന്നു റോക്സ്, പാറകൾ. എന്തിനൊക്കെ? ചെറിയ ചെടികൾക്ക്, ക്രാബ് ഞണ്ട്, ദെൻ ഫ്രോഗ് തവള, ടോർട്ടോയിസ് ആമകൾ എന്നീ ഓർഗാനിസംസിന് വസിക്കാൻ സഹായിക്കുന്നു. എയർ ഈസ് എസെൻഷ്യൽ ഫോർ ദ സർവൈവൽ ഓഫ് ഓൾ ലിവിങ് തിങ്സ്. വായു എന്നത് എല്ലാ ജീവജാലങ്ങൾക്കും ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന ഘടകമാണ്. ഫ്രോഗ് ലിവ് ഇൻ വാട്ടർ ആൻഡ് ലാൻഡ്, ഡിപ്പെൻഡ് ഓൺ ഇൻസെക്ട്സ് ഫോർ ഫുഡ്. വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന ജീവിയാണ് തവള. അത് എന്തിനെയാണ് ഭക്ഷിക്കുന്നത്? ചെറിയ ചെറിയ പ്രാണികൾ. വാട്ടർ സ്നേക്ക് ലിവ് ഇൻ വാട്ടർ, വെള്ളത്തിൽ മാത്രം ജീവിക്കുന്ന ഒരു ഉരകമാണ് വാട്ടർ സ്നേക്ക്. ലൈറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ദ സർവൈവൽ ഓഫ് ഓൾ ലിവിങ് തിങ്സ്. എല്ലാ ജീവജാലങ്ങൾക്കും ഒരുപോലെ ഉപയോഗിക്കുന്ന ഒരു ഘടകം കൂടിയാണ് സൺലൈറ്റ്. ഓക്കെ. ടോർട്ടോയിസ് need air, water, soil and light to survive, depend on small organisms and plant for food. ടോർട്ടോയിസിനും എന്താവശ്യമാണ്? എയർ, വാട്ടർ, സോയിൽ എന്നിവ ആവശ്യമാണ് അല്ലേ? അതുപോലെ തന്നെ അത് എന്താണ് ഭക്ഷിക്കുന്നത്? ചെറിയ ചെറിയ പ്രാണികളെയും പ്ലാന്റ്സും ഒക്കെയാണ് ഭക്ഷിക്കുന്നത്. മനസ്സിലായോ? സോയിൽ dwelling place for all living things. സ്റ്റോർ വാട്ടർ. ഡ്വെല്ലിംഗ് എല്ലാ ജീവജാലങ്ങൾക്കും വാസസ്ഥലം നൽകുന്നത് സോയിലാണ്. അതുപോലെ തന്നെ സ്റ്റോർ വാട്ടർ വെള്ളത്തെ ശേഖരിക്കുന്നു. എന്ത്? സോയിൽ. വൈൻസ് ഗിവ് ഫുഡ് ആൻഡ് ഡ്വെല്ലിംഗ് പ്ലേസ് ടു അതർ ഓർഗാനിസംസ്. മറ്റ് ഓർഗാനിസത്തിന് എന്ത് നൽകുന്നു? ഭക്ഷണം നൽകുന്നു, കൂടാതെ വാസസ്ഥലവും നൽകുന്നു. ഡിപ്പെൻഡ് ഓൺ ട്രീസ് ആൻഡ് ഷേർബ്സ് ഫോർ ഗ്രോ. ഇത് ട്രീസെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ ഷേർബ്സ് കുറ്റിച്ചെടികളെയും ഡിപ്പെൻഡ് ചെയ്താണ് വളരുന്നത്. മനസ്സിലായോ? എക്സാമിൻ ദ ടേബിൾ ആൻഡ് റെക്കോർഡ് ദ ജനറൽ ഫാക്ട്സ് യു ഹാവ് ഫൗണ്ട് ഔട്ട്. ടേബിൾ റെക്കഗ്നൈസ് ചെയ്തിട്ട് നിങ്ങൾ ഒരു റെക്കോർഡ് ഉണ്ടാക്കാനാണ് പറയുന്നത്. We can see that living and non-living things in an area depend on each other. നമ്മൾ കണ്ടു കഴിഞ്ഞു ലിവിങ്ങും നോൺ ലിവിങ് തിങ്സും ഡിപ്പെൻഡ് ചെയ്താണ് ജീവിക്കുന്നത്. ഓക്കെ, കഴിയുന്നത്. ആൻഡ് എക്കോസിസ്റ്റം includes the mutual depend biotic factors of a particular place. ഒരു പ്രത്യേക പ്രദേശത്തെ പരസ്പരം ആശ്രയിക്കുന്ന ജീവികവും അജീവികവുമായ ഘടകങ്ങളാണ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ലുക്ക് അറ്റ് ദ പിക്ചർ. ഫോറസ്റ്റ് എ വെൽത്ത്. എന്താണ്? കാടുകൾ എന്ന് പറയുന്നത് നമ്മളുടെ സമ്പത്താണ് അല്ലേ? ഹൗ ബ്യൂട്ടിഫുൾ ഈസ് ദ ഫോറസ്റ്റ്. എന്ത് മനോഹരമാണ് കാടുകൾ കാണാൻ അല്ലേ? വൈ ഈസ് ഇറ്റ് സോ ബ്യൂട്ടിഫുൾ. എന്തുകൊണ്ടാണ് ഇത് ഭയങ്കരമായിട്ട് മനോഹരമായിട്ടിരിക്കുന്നത്? എന്താണ് കാരണം? പ്രകൃതി രമണീയമായ സ്ഥലമാണ് കാടുകൾ. കാട്ടിൽ വന്യമൃഗങ്ങളുണ്ട്, മരങ്ങളുണ്ട്, ചെറിയ ചെടികളുണ്ട്, അരുവികളുണ്ട്, ധാരാളം പക്ഷി ലതാദികളുണ്ട് അല്ലേ? അതുകൊണ്ടാണ് ഇത് വളരെ മനോഹരമായിട്ട് ഇരിക്കുന്നത്. മനസ്സിലായോ? So many diverse organisms like huge trees, tiny plants, animals, birds, insects and many others live in the forest. ഞാൻ പറഞ്ഞിരുന്നു
വലിയ വലിയ മരങ്ങൾ, ചെറിയ ചെടികൾ, ആനിമൽസ്, ബേർഡ്സ് ആൻഡ് ഇൻസെക്ട്സ്, മൃഗങ്ങൾ, പക്ഷികൾ, ചെറിയ പ്രാണികൾ, കൂടാതെ മറ്റ് ധാരാളം ഓർഗാനിസംസ് നമ്മളുടെ കാടുകളിൽ വസിക്കുന്നു. Butterflies and stream provide calm to the forest. ചിത്രശലഭങ്ങളും അരുവികളും എന്ത് നൽകുന്നു? നല്ല ശാന്ത സുന്ദരമായ നേച്ചർ നമുക്ക് നൽകുന്നു. The forest is indeed a world of wonder. നമ്മുടെ കാടുകൾ എന്ന് പറയുന്നത് നമ്മളുടെ ലോകത്തെ ഏറ്റവും അതിശയകരമായ ഒന്നാണ്. How is the forest, which is rich with life, useful to us and other organisms? എങ്ങനെയാണ് ഫോറസ്റ്റ് നമ്മളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്, അതുപോലെ തന്നെ മറ്റ് ജീവികളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്? ഡിസ്കസ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് പ്രിപ്പയർ നോട്ട്സ്. Streams and rivers emerge from forest. അരുവികളും നദികളും ധാരാളം അടങ്ങിയിരിക്കുന്നു കാടുകളിൽ. ഫോറസ്റ്റ് ഈസ് ദ ഹാബിറ്റാറ്റ്സ് ഓഫ് ഡൈവേഴ്സ് ലിവിങ് തിങ്സ്. ധാരാളം ലിവിങ് തിങ്സ്, ജീവിക വസ്തുക്കളെ വസിക്കാൻ പറ്റുന്ന ഇടമാണ് കാടുകൾ. അതുപോലെ തന്നെ ഷെൽട്ടർ ഓഫ് വൈൽഡ് ആനിമൽസ്. വൈൽഡ് ആനിമൽസിൻ്റെ ഷെൽട്ടർ ആണ് ഫോറസ്റ്റ്. പ്രൊവൈഡ് ഫ്രഷ് എയർ നൽകുന്നു. ദെൻ പ്രൊവൈഡ് ഫുഡ്, ധാരാളം ഫുഡ് ലഭിക്കുന്നു. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു പ്രിസർവ് ദ ഫോറസ്റ്റ് ആൻഡ് എക്കോസിസ്റ്റം വിത്ത് ഡൈവേഴ്സിറ്റി ഫോർ സസ്റ്റെയിനിങ് ലൈഫ് ഓൺ എർത്ത്. എക്കോസിസ്റ്റം വളരാൻ സഹായിക്കുന്ന ഏറ്റവും പ്രധാന ഘടകമാണ് കാടുകൾ എന്നത്. നമ്മുടെ ഭൂമിയിൽ ജീവൻ നിലനിൽക്കാൻ സഹായിക്കും. മനസ്സിലായ കുഞ്ഞുങ്ങളെ? ഹാവ് യു നോട്ടീസ് ദ ഡിഫറെൻറ്റ് എക്കോസിസ്റ്റംസ് ഇൻ യുവർ ലൊക്കാലിറ്റി? നമ്മളുടെ ലൊക്കാലിറ്റിയിൽ പലതരത്തിലുള്ള എക്കോസിസ്റ്റംസ് കാണാൻ കഴിയും. നമ്മളത് നോട്ടീസ് ചെയ്യുക. മേക്ക് എ ലിസ്റ്റ് ഓഫ് ദോസ് എക്കോസിസ്റ്റംസ്. ആ എക്കോസിസ്റ്റത്തിൻ്റെ ഒരു ലിസ്റ്റ് റെഡിയാക്കാനാണ് പറയുന്നത്. 3 എക്കോസിസ്റ്റത്തിൻ്റെ പേര് ഇവിടെ നൽകിയിരിക്കുന്നു. ഹിൽസ്, കുന്നുകൾ. ബുഷ്, കുറ്റിക്കാടുകൾ. ദെൻ സാക്രഡ് ഗ്രൂവ്സ്, കാവുകൾ. ദെൻ വാട്ടർഫോൾസ്, വെള്ളച്ചാട്ടം. ദെൻ പോണ്ട്, കുളങ്ങൾ. ദെൻ കടലുകൾ നമ്മുടെ എക്കോസിസ്റ്റത്തിൽ ബന്ധപ്പെട്ടതാണ്. സ്റ്റഡി ദ പിക്ചർ കെയർഫുള്ളി. എന്താണത്? മണ്ണ് നികത്തുക അല്ലേ? കൂടാതെ എന്താ സംഭവിക്കുന്നത്? കുന്നുകളെ നശിപ്പിക്കുന്നു. ഇതുമൂലം എന്താണ് സംഭവിക്കുന്നത് പറയാമോ കുഞ്ഞുങ്ങളെ? അതെ, പക്ഷികൾക്ക് വാസസ്ഥലം നഷ്ടമാകുന്നു. അതുപോലെ തന്നെ വയലുകളിലെ പച്ചിപ്പ് നഷ്ടമാകുന്നു അല്ലേ? മെനി ആക്ടിവിറ്റീസ് ഓഫ് ഹ്യൂമൻ ബീയിങ് ഹാം ദ എക്കോസിസ്റ്റം. ധാരാളം ആക്ടിവിറ്റീസ് ഹ്യൂമൻ ബീയിങ്സ്, മനുഷ്യർ നമ്മളുടെ സിസ്റ്റത്തെ നശിപ്പിക്കുന്നു അല്ലേ? ഡിസ്കസ് ദീസ് ആക്ടിവിറ്റീസ് ആൻഡ് നോട്ട് ദം ഡൗൺ ഇൻ യുവർ എൻവയോൺമെൻറ്റ് ഡയറി. ഈ ആക്ടിവിറ്റീസ് ഡിസ്കസ് ചെയ്ത് നമ്മുടെ എൻവയോൺമെൻറ്റ് ഡയറിയിൽ എഴുതാനാണ് പറയുന്നത്. അവിടെ എന്താണ് നൽകിയിരിക്കുന്നത്? എക്സസീവ് യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ്. രാസവളങ്ങൾ ധാരാളമായി ഉപയോഗിച്ച് നമ്മുടെ ഭൂമിയെ നശിപ്പിക്കുന്നു. കട്ടിംഗ് ഡൗൺ ദ ട്രീസ്. എന്ത് സംഭവിക്കുന്നു? മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? ഡീഫോറസ്റ്റേഷൻ, വനനശീകരണം. ഇതിൽ നിന്ന് എന്ത് സംഭവിക്കുന്നു? സോയിൽ ഇറോഷൻ സംഭവിക്കുന്നു. ഈ മരങ്ങളെല്ലാം വെട്ടി നികത്തിയിട്ട് എന്താണ് അവിടെ അവർ ചെയ്യുന്നത്? ബിൽഡിങ്സ് ആൻഡ് അപ്പാർട്ട്മെൻറ്റ്സ്. ധാരാളം അപ്പാർട്ട്മെൻറ്റ്സും ബിൽഡിങ്സും ഒക്കെ പണിത് ഉയർത്തുന്നു. ലെവൽസ് ഓഫ് ഹിൽസ് ആൻഡ് ഫീൽഡ്സ്. ഹിൽസും കുന്നുകളും വയലുകളും നികത്തി
അവിടെയും കെട്ടിടങ്ങൾ പണിതുയർത്തുന്നു അല്ലേ? ഇതിൽ നിന്ന് എന്ത് സംഭവിക്കുന്നു? നമ്മുടെ എക്കോസിസ്റ്റത്തെ നശിപ്പിക്കുന്നു. ദീസ് ആക്ടിവിറ്റീസ് ഹാംഫുൾ ടു മാൻ ഇൻ ടേൺ, ഇഫ് സോ ഹൗ? ഇത് മനുഷ്യരിലേക്ക് തിരിഞ്ഞ് എങ്ങനെ ഭൂമി പ്രതികരിക്കുന്നു? എങ്ങനെയൊക്കെയാണ്? ലോസ് ഓഫ് ഹാബിറ്റാറ്റ്സ്, വാസസ്ഥലം നശിക്കുന്നു. പൊല്യൂഷൻ ഓഫ് എയർ, വാട്ടർ ആൻഡ് സോയിൽ, വായു മലിനീകരണം, ജലമലിനീകരണം, ഭൂമി മലിനീകരണം എന്നിവ ഉണ്ടാകുന്നു. ഡ്രൈയിങ് അപ്പ് ഓഫ് വാട്ടർ സോഴ്സസ്, ജല സ്രോതസ് നഷ്ടമാകുന്നു. മനസ്സിലായോ? ലുക്ക് അറ്റ് സാനി മോൾ ആൻഡ് ഹർ ഫ്രണ്ട്സ്. സാനി മോളെയും അവളുടെ ഫ്രണ്ട്സിനെയും പരിചയപ്പെടാം. ഡിസ്കസ് വാട്ട് ദേ ആർ ഡൂയിങ്. നമ്മൾ ചർച്ച ചെയ്യാൻ പോവുകയാണ്. എന്താണ് അവർ ചെയ്യുന്നത്? വിൽ ദീസ് ആക്ടിവിറ്റീസ് ഹെൽപ്പ് ടു പ്രൊട്ടക്റ്റ് അവർ എൻവയോൺമെൻറ്റ്? ഈ ആക്ടിവിറ്റി നമ്മളുടെ എൻവയോൺമെൻറ്റിനെ സഹായിക്കുമോ? തീർച്ചയായിട്ടും. വാട്ട് അതർ ആക്ടിവിറ്റീസ് ക്യാൻ വി ഡു ഇൻ ഓർഡർ ടു പ്രൊട്ടക്റ്റ് ആൻഡ് പ്രിസർവ് ദ എൻവയോൺമെൻറ്റ്? ഏതൊക്കെ തരത്തിലുള്ള മറ്റ് ആക്ടിവിറ്റീസാണ് നമ്മളുടെ എൻവയോൺമെൻറ്റിനെ, നമ്മുടെ ഭൂമിയെ അല്ലെ പ്രകൃതിയെ പച്ചിപ്പ് തിരിച്ചു കൊണ്ടുവരാൻ സഹായിക്കുന്നത്? അറിയാമോ? ഓക്കെ, പറഞ്ഞേ കുഞ്ഞുങ്ങളെ. യെസ്, പ്ലാന്റിങ് ട്രീസ്, മരങ്ങൾ നട്ടു വളർത്തുക. ഗാർഡനിങ്, പൂന്തോട്ടം ഉണ്ടാക്കുക. എക്കോ പാർക്ക്, ഗാർഡൻ ഓഫ് മെഡിസിനൽ പ്ലാന്റ്സ്, ആയുർവേദ പ്ലാന്റുകൾ നട്ടു വളർത്തുക എന്നിവ. ഇതും നിങ്ങൾ തിരിച്ചറിഞ്ഞ് എൻവയോൺമെൻറ്റ് ഡയറിയിൽ എഴുതാനാണ് പറയുന്നത്. ഓക്കെ, വി സോ ദാറ്റ് both living and non-living things depend on each other in an ecosystem. എക്കോസിസ്റ്റത്തിൽ ലിവിങ്ങും നോൺ ലിവിങ് തിങ്സും ഒരുപോലെ ഡിപ്പെൻഡ് ചെയ്താണ് പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ പഠിച്ചു. ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് അതർ ലിവിങ് തിങ്സ് ക്യാൻ സർവൈവ് ഓൺലി ഇഫ് ദ എക്കോസിസ്റ്റം ഈസ് സസ്റ്റെയിൻഡ്. മനുഷ്യരും മറ്റ് ജീവജാലങ്ങളും ഈ എക്കോസിസ്റ്റത്തെ കൂടുതൽ പ്രയോജനകരമാക്കാൻ സാധിക്കണം. ലെറ്റ് us engage in activities that protect our ecosystem. അതിൽ നിന്ന് നമ്മൾ പ്രവർത്തിക്കുക. ധാരാളം ആക്ടിവിറ്റീസ് എക്കോസിസ്റ്റത്തിന് വേണ്ടി ചെയ്യുക. ഓക്കെ, മനസ്സിലായോ? അങ്ങനെ നമ്മളുടെ ഈ ലെസൺ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. മറ്റൊരു ലെസണുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബായ് കുഞ്ഞുങ്ങളെ.